ഞാനിന്ന് വരുമ്പോ കാർന്നൊരു സംഗതി കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ഞാൻ ഇവിടെ പറയട്ടെ. കല്യാണത്തിന് ധൂർത്ത് പാടില്ലെന്നും കല്യാണത്തിന് അനാവശ്യം പാടില്ലെന്നും ഒക്കെ കല്യാണ സദസ്സെന്ന് തന്നെ നീട്ടി പ്രസംഗിച്ചിട്ട് നിക്കാഹൊന്ന് നടന്നു കിട്ടിയാൽ പോകാമായിരുന്നു എന്ന് മനസ്സിലാക്കി ഇതൊന്ന് നിർത്തി കിട്ടിയാൽ തരക്കേടില്ല എന്ന് ദുആ ചെയ്യുകയും ചിലപ്പോൾ അരിയത്ത് സ്വലാത്ത് നേർച്ചയാക്കുകയും ചെയ്യുന്ന സദസ്സുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലാഹ്, കാരണം നിക്കാഹ് നടത്താതെ പോയാൽ കുടുംബത്തിൽ ഭിന്നിപ്പായി പോകും. അയൽവാസി സഹകരിച്ചില്ല എന്ന് പറയും, കുടുംബക്കാരന് പ്രയാസമാകും. അതേസമയത്ത് തിരക്കിട്ട് പോകേണ്ടതുണ്ട്. ഈ നീണ്ട പ്രസംഗം അങ്ങനെ ഉണ്ടല്ലോ, നന്നാക്കല് ബാറ് ബടക്കാല് ജോറ് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലം. പ്രസംഗിച്ച് നീട്ടിയിട്ട് നിക്കാഹ് നീണ്ടുപോയി. വേറെ ചില സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ജുമാ നിസ്കാരം മറന്നുപോയി. വഅദ് പറയുന്ന തിരക്കിൽ ജുമാന്റെ മുമ്പുള്ള പ്രസംഗം കൊണ്ട് ജുമാ നിസ്കാരം തന്നെ മറന്നുപോയി. അങ്ങനെ നമ്മുടെ മുൻഗാമികൾ ചെയ്യാത്ത ചില പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ നന്നാക്കി കളയാമെന്ന് ധരിക്കുന്ന കുറെ ആളുകളുള്ളൊരു കാലഘട്ടമാണല്ലോ. വെളിച്ചം കൊടുക്കുന്നവൻ അള്ളയാണെന്നും തഖ്വ കൊടുക്കുന്നവൻ അള്ളയാണെന്നുമുള്ള ചിന്തക്ക് പകരം നമ്മുടെ മുൻഗാമികൾക്ക് പഴിച്ചുപോയി എന്ന ചിന്ത വളരുകയാണല്ലോ. അതാണ് നന്നാക്കൽ ജോറ് ബടക്കാല് ബാറ് എന്നൊരു മഹാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. പറഞ്ഞ സമയവും എനിക്ക് ഓർമ്മയുണ്ട്. മഹാനായ വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങളെ മയ്യിത്ത് കിടത്തിയിരിക്കുന്നു. അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ വെച്ചാണ് മരിച്ചത്, കോഴിക്കോട്. മരിച്ച ഉടനെ ഞാനവിടെ ചെന്നപ്പോ അവിടെ അതാ മഹാനായ മർഹൂം അവേലത്ത് തങ്ങളും മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദും കഫൻ തുണിയെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോഴാ ഞാൻ അവിടെ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മഹാൻ, അദ്ദേഹം എപ്പോഴും ഏകദേശ ദിവസവും നോമ്പെടുക്കുന്ന ആളാണ്. കുട്ടിക്കാലം മുതലേ എനിക്കറിയാം. അദ്ദേഹം ജനങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടുന്ന ആളല്ല, സ്റ്റേജിൽ പങ്കെടുക്കുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ സമീപത്ത് എന്നപ്പോ എന്നെ അദ്ദേഹത്തിന് അറിയാം. കുഞ്ഞബ്ദുള്ള ഹാജിയുടെ മകനല്ലേ എന്നൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു. നാദാപുരത്തുണ്ടാക്കിയ പള്ളിയെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോഴത്തെ കാലം എങ്ങനെയാണെന്നറിയോ, നന്നാക്കല് ജോറ് ബടക്കാല് ബാറാണ്. അത് അദ്ദേഹം പറഞ്ഞ വാക്കാ, എന്റെ വാക്കല്ല. സുഹൃത്തുക്കളെ, എന്നാൽ നിക്കാഹി നടന്നു. അതേ പുതിയാപ്പിള പോകാന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ എന്താ പറയാ, പുതിയാപ്പിള പോക്കാന്നാ, പുതിയാപ്പിള പോകാന്നൊരു പരിപാടി. ആ പരിപാടിയിൽ മുസ്ലിം ചെറുപ്പക്കാര് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, നിക്കാഹിന് വന്നത് വലിയൊരു തങ്ങളാണ്. നിക്കാഹിന് പ്രസംഗിച്ച് മുസ്ലിയാരാണ്. ദുആ നടത്തിയ വേറൊരു വലിയ ആലിമാണ്, തങ്ങളാണ്. അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കല്യാണത്തിന് ഈ ചെറുപ്പക്കാരനെയും കൂട്ടി ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ചെറുപ്പക്കാർ ഞങ്ങളുടെ സുഹൃത്തിനെ അവന്റെ വധുവുമായി കൊണ്ടുപോയി ആ വധുവിനെ കാണാനുള്ള സമയത്ത് ഞങ്ങളും കൂടി പോയി അവനെ സന്തോഷത്തോടെ അവിടെ എത്തിക്കുന്നു എന്ന നിലക്ക് നല്ല നീയത്തോടെ പോകുന്നവരുണ്ടാകാം. എന്നാൽ പറയട്ടെ, പോകുന്ന ബസിന്റെ സീറ്റ് കീറുന്നവരില്ലേ, കണ്ണാടി പൊട്ടിക്കുന്നവരില്ലേ, അതേ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ മനസ്സ് കുത്തി വേദനിപ്പിച്ചുകൊണ്ട് ആ വീട്ടുകാരനെ ആക്രമിക്കുന്ന ലാലിബീങ്ങളില്ലേ, കണ്ണാടി പൊട്ടിക്കുന്നവരില്ലേ, അതേ കക്കൂസിന്റെ ക്ലോസറ്റിൽ പലതും വലിച്ചിട്ട് നാശമുണ്ടാക്കുന്നവരില്ലേ. ഇന്ന് ഞാൻ കണ്ട ചിത്രം, ആ വധൂവരന്മാർക്ക് കിടക്കാനുള്ള കിടക്ക അത് മുഴുവനും ബ്ലേഡ് വെച്ച് കീറിയിട്ട് സ്പോഞ്ചും പരുത്തിയും എടുത്ത് പുറത്തിട്ട ഫോട്ടോ ആണ്. ചോദിക്കട്ടെ, പൂച്ചയേക്കാൾ, നരിയേക്കാൾ, പുലിയേക്കാൾ, തേളിനേക്കാൾ, പാമ്പിനേക്കാൾ, കരിങ്ങണ്ണിയേക്കാൾ, ചെലന്തിയേക്കാൾ വലിയ അക്രമികളായി പോയില്ലേ ഈ ചെറുപ്പക്കാർ? സുബ്ഹാനല്ലാഹ്, പാമ്പിന് ഭക്ഷണം കൊടുക്കാൻ വിളിച്ചാൽ, ആദരിച്ച് വിളിച്ചാൽ വിളിച്ചവരെ പാമ്പ് കൊത്തൂല. അതുപോലെ അതാ കടിക്കുന്ന നായക്കും ഭക്ഷണം കൊടുക്കുന്നവനെ ആ കടി
കടിക്കുന്ന നായ കടിക്കൂല, കുത്തുന്ന കാളകളും ഒരുപക്ഷെ പോറ്റുന്നവനെ കുത്തൂല. എന്നാൽ അതിനേക്കാളെല്ലാം അതപ്പതിച്ചു പോയില്ലേ നമ്മുടെ ചില ചെറുപ്പക്കാർ? അവരാദരവോടെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയവന്റെ വീട്ടിൽ വെച്ച് ഇത്തരത്തിലുള്ള അക്രമം ചെയ്യാൻ നമ്മുടെ യുവാക്കളുടെ മനസ്സ് എങ്ങനെ ഇത്രയും മോശമായി പോയി, എങ്ങനെ ഇത്രയും ക്രൂരമായി പോയി, എങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ നിന്നകന്നുപോയി? പടച്ചവൻ ഇത് കാണുന്നില്ലേ, അറിയുന്നില്ലേ? പിന്നെ നമ്മളതാ മ്യാൻമറിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാണ്. ഈ ചെറുപ്പക്കാരനും ആമീൻ പറയുകയാണ്. റോട്ടുമ്മലിറങ്ങിയിട്ട് മുത്തലാഖിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചോദിക്കട്ടെ, പടച്ചവന്റെ അടുക്കൽ ഒരു അംഗീകാരവുമില്ലാതെ, അള്ളാഹുവിനെ ഭയപ്പെടാതെ, അള്ളാഹിനെ സ്നേഹിക്കാതെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ വിലവെക്കാതെ അക്രമ പ്രവർത്തനങ്ങളുമായി നടക്കുന്നവരുടെ ദുആ ഇജാബത്ത് ലഭിക്കുമോ? ചോദിക്കട്ടെ, മരിക്കുന്നതിന് മുമ്പ് അത് പൊരുത്തപ്പെടിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നിന്റെ ആഖിറത്തിന്റെ കാര്യം അപകടമല്ലയോ? അക്രമങ്ങൾ വമാലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമിക്കുന്നവന് സഹായി ഇല്ലെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടോ ചെറുപ്പക്കാരെ, അത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഞാൻ ലജ്ജയോടെ പറയട്ടെ, നാണക്കേടോടുകൂടി പറയട്ടെ, ഹൈന്ദവ സമുദായത്തിൽ ഇങ്ങനെയുള്ള യുവാക്കളില്ല, ക്രിസ്തീയ സമുദായത്തിൽ ഇങ്ങനെയുള്ള യുവാക്കളില്ല. നമ്മൾ വേറെ ഒരു സമുദായത്തിലും ഇത്ര വൃത്തികേട് ചെയ്യുന്ന യുവാക്കളെ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി? ഇതിന് പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്തമില്ലേ? പള്ളിയിലെ ഖതീബന്മാർക്ക് ഉത്തരവാദിത്തമില്ലേ? ഖാദിമാർക്ക് ഉത്തരവാദിത്തമില്ലേ? മഹല്ല് കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ യുവാക്കളെ വഴിവെട്ടി ജീവിക്കാൻ അനുവദിക്കാമോ? അവരെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് നന്നാക്കേണ്ടതില്ലേ? യുവാക്കൾ അവര് വഴിതെറ്റി പോകാതെ പരിഹസിച്ച യുവാക്കളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മസ്ജിദുൽ ഹറാമിലെ ബാങ്ക് കൊടുക്കുന്ന മഹാനാക്കി വളർത്തിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃക പണ്ഡിതന്മാര് സ്വീകരിക്കേണ്ടതില്ലേ? ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല.